ഓം ശ്രീ സായിരാം. ഇതാണ് അമ്പലപ്പുഴയിലെ സത്യസായി സമിതി സെൻറ്റർ. ഇവിടെ കർക്കിടകം 1 മുതൽ 100 പേർക്ക് കർക്കിടക കഞ്ഞി വിതരണം സൗജന്യമായാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ബാബയുടെ ഏത് കാര്യങ്ങളും സൗജന്യമായി മാത്രം നടത്തുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. ഭക്തജനങ്ങൾ സേവനമായിട്ടാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഭഗവാൻ ശ്രീ സത്യസായി ബാബ എന്നാൽ ലവ് ഓൾ സെർവ് ഓൾ എന്നാണ്. അമ്പലപ്പുഴ സമിതി സെൻറ്ററിൽ എല്ലാത്തിനും നേതൃത്വം നൽകുന്ന ശ്രീ ചന്ദ്രകുമാർ സാറും വൈഫുമാണ്. സാറിപ്പോൾ പുട്ടപ്പർത്തിയിലായതുകൊണ്ട് വൈഫ് ശ്രീമതി ബിന്ദുവിനോട് നമുക്ക് സംസാരിക്കാം. നമുക്ക് സൗജന്യമായിട്ട് മെഡിക്കൽ ക്യാമ്പുണ്ട്. എല്ലാ ആഴ്ചയിലും അലോപ്പതി ക്യാമ്പും ജനറൽ മെഡിസിനാണ്. പിന്നെ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ആയുർവേദ ക്യാമ്പാണ്. ഏകദേശം ഒരു 130 പേരോളം 150ൻ്റെ അടുത്ത് രോഗികൾ എത്തുന്നുണ്ട്. സൗജന്യമായിട്ടാണ് കഷായവും അരിഷ്ടവും മരുന്നുകളെല്ലാം കൊടുക്കുന്നത്. 3-4 ഡോക്ടേഴ്സിൻ്റെ സേവനം അന്നുണ്ടാവും. പിന്നെ അതുകൂടാതെ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ഹോമിയോ മെഡിസിനാണ്. അതും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനിയും ഭഗവാൻ അത് സാധിച്ചു തരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമുക്ക്. ജയ് സായിരാം. നമുക്കിനി കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്നത് നോക്കാം. ില് 30 കൂട്ടം മരുന്നുകളുണ്ട്. അതിൽ മുരിങ്ങയില കർക്കിടക മാസത്തിൽ നമ്മൾ എടുക്കാറില്ല. മുരിങ്ങയില ഒഴിച്ചുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ മരുന്നുകളും അത് സമൂലം വേരടക്കമുള്ള സമൂലം അരച്ച കൂട്ടാണ് ഇത്. അരിയും ഉലുവയും കൂടി കുതിർത്ത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഈ മരുന്നിലേക്ക് ഒഴിക്കും. മരുന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒഴിക്കും. ആ പിഴിഞ്ഞ് മരുന്നിൻ്റെ ചണ്ടി നമ്മൾ കിഴിയാക്കുകയാണ്. കിഴിയാക്കി ആ വെന്ത അരിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും. ഇത് നന്നായി അതിൽ കിടന്ന് തിളച്ച് ആ ചണ്ടിയിലുള്ള ബാക്കിയുള്ള മരുന്നും കൂടി കഞ്ഞിയിലേക്ക് ഇറങ്ങും. നവരേരിയും ഉലുവയും നന്നായി വെന്തിട്ടുണ്ട്. നോക്കൂ, പച്ചമരുന്ന് പിഴിഞ്ഞെടുത്ത ചണ്ടി കീഴ്കെട്ടി കഞ്ഞിയിലിട്ടാൽ അവശേഷിക്കുന്ന ഔഷധ ഗുണം കൂടി കർക്കിടക്കഞ്ഞിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. കഴുകിയെടുത്ത ആശാളിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. പക്ഷേ 100-ൽ കൂടുതൽ ആളുകൾ കഴിക്കുന്നത് കൊണ്ട് വെണ്ണ പോലെ അരച്ച തേങ്ങയാണ് ഇവിടെ ചേർക്കുന്നത്. ദിവസവും മരുന്ന് ഒരു 70ഓളം ആളുകൾ കഴിക്കുന്നുണ്ട്. അവർ കഴിക്കുകയും ചെയ്യും. അവരുടെ വീട്ടിലുള്ള 3-4 ആളുകൾക്ക് വേണ്ടിയുള്ളത് കൊണ്ടുപോകുകയാണ്. ലാസ്റ്റിൽ നേരത്തെ തയ്യാറാക്കി വെച്ച ഔഷധക്കൂട്ട് മരുന്നുപൊടി ചേർക്കുന്നു.
അങ്ങനെ കർക്കിടക കഞ്ഞി തയ്യാറായി. കഞ്ഞിയുടെ അവസാന ഘട്ടമാണിപ്പോൾ. നെയ്യിൽ നല്ല ജീരകം വറുത്ത് ചേർക്കുകയാണ്. വറുത്ത് ചേർത്ത് ഇത് അടച്ച് 1 മണിക്കൂർ അടച്ച് വയ്ക്കും. ഇതിൻ്റെ എല്ലാ സത്തുക്കളും ഇറങ്ങി എനിക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും. നമ്മൾ അടയ്ക്കുക. അമ്പലപ്പുഴ സത്യസായി സേവാ സമിതിയിൽ കർക്കിടകം 1-ാം തീയതി മുതൽ മരുന്ന് കഞ്ഞി ഉണ്ടാക്കി ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. അതിൻ്റെ ഇന്ന് 14-ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഏകദേശം 30ഓളം പച്ചമരുന്നുകൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ സ്വാമിക്ക് നിവേദിക്കാനായിട്ട് വയ്ക്കണം. സ്വാമിയുടെ ഗ്ലാസ് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഭഗവാന് നിവേദിക്കാനായിട്ട് വയ്ക്കുന്നു. അമ്പലപ്പുഴ സായി സെൻറ്ററിൽ അന്നദാനം മഹാദാനം. അന്നദാനം സേവനമാണ്. സൗജന്യമാണ്. എല്ലാം പൂർണ്ണമായും സൗജന്യമാണ്. ഉച്ചയ്ക്ക് കൊടുക്കുന്ന കഞ്ഞിയാണെങ്കിലും 10-40 പേരോളം ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതും സൗജന്യമാണ്. സ്വാമിക്ക് എല്ലാ വ്യാഴാഴ്ചയും ഭജന ഉണ്ടായിരിക്കും. 6:15 ഭജന. എല്ലാ ഞായറാഴ്ചയും ഭജന 5:15. ചെറിയ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നേരത്തെ വീട്ടിലെത്തിപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ഞായറാഴ്ച ഭജന 5:15 വച്ചിരിക്കുന്നത്. സായിരാം. Hare
Thank you.